ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളിതാ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേട്ടന് തൊണ്ടയിലുള്ള ഇങ്ങനെ മുഴ അതൊന്ന് ബയോപ്സിക്ക് അയക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അതാ ചേട്ടൻ അവിടെ സൈഡിലായിട്ട് ഇതാ ഇവിടെ തൊണ്ടയിൽ ചെറിയൊരു മുഴയുണ്ട്. അറിയില്ല, എന്നാലും ഉണ്ട്. അപ്പോൾ അത് തൈറോയിഡ് കണക്റ്റഡ് ആണ്. അപ്പോൾ അവർ ബയോപ്സിക്ക് അത് അയക്കുന്നത് പറയും. നമ്മൾ 2 കൊല്ലം മുമ്പ് ബയോപ്സിക്ക് അയച്ചേക്കുന്നതാണ്. അന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഒന്നും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇപ്രാവശ്യം ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ടൈം കുറവാണ്, നമുക്ക് തിരിച്ചു പോകാൻ ദിവസങ്ങളും കുറവാണ്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളെ ഇന്നാണ് വിളിപ്പിച്ചേക്കണേ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ പോകുന്ന വഴിക്ക് അനിയത്തിയും അനിയനും വരുന്നുണ്ട്. കുഞ്ഞുമക്കളൊക്കെ സ്കൂളിലേക്ക് പോയേക്കാണ്. സണ്ണി വിടുകയായാലും അവരെയും വിളിച്ചായിരുന്നു. പക്ഷേ അവർക്കും ഗ്രേസിനെയൊക്കെ രാവിലെ തന്നെ സ്കൂളിലേക്ക് വിടേണ്ടതാണ്. അനിയത്തി അനിയന് പിന്നെ അവരുടെ പിള്ളേർ കുറച്ചുകൂടിയൊക്കെ വലുതായിട്ടുണ്ട്. എന്തായാലും രാവിലെ തന്നെ അവരും റെഡിയാക്കി വിട്ടതിന് ശേഷം അവർ വരുന്നുണ്ട് ഞങ്ങളുടെ ഒപ്പം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് പറ്റിയാൽ റോഡിൽ ബ്ലോക്കൊന്നും ഇല്ല, കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞങ്ങൾ എടപ്പള്ളി പള്ളിയിലും കൂടെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അവിടെ നേർച്ചയുള്ളതാണ് എല്ലാ വർഷവും. അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഈ വർഷം പോയിട്ടില്ല. അപ്പോൾ പോയിട്ട് വരുന്ന വഴിയിലാണ് എടപ്പള്ളി പള്ളി വരുന്നത്. അപ്പോൾ എന്തായാലും അവിടെയും കൂടെ കയറിയിട്ട് വരാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. ഇന്ന് കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥ കേട്ടോ. ഇന്ന് മഴയൊന്നും കാണുന്നില്ല ഇപ്പോൾ രാവിലെ. ഇനി പോണ വഴിക്ക് ഉച്ച കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെ പെയ്യുമെന്ന് അറിയില്ല. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നല്ല ക്ലിയർ നല്ല കാലാവസ്ഥയാണ്. 5 മോളെയും കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ. കാരണം തിരിച്ചു വരുമ്പോൾ എന്തായാലും പള്ളി കയറണം എന്നുള്ളൊരു പ്ലാൻ ഉള്ളത് കൊണ്ട് 5നെയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അല്ലെങ്കിൽ സണ്ണിയുടെ അടുത്ത് എങ്ങനെ ആക്കിയിട്ട് പോയിട്ടുള്ളായിരുന്നു. അപ്പോൾ നേർച്ച ചെയ്തുകൊണ്ട് 5നെയും കൂടെ കൊണ്ടുപോകാമെന്ന് വെച്ചു. 5 ഇതാ പുറകിലിരിപ്പുണ്ട്. 5 പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒരു ബയോപ്സി ഒക്കെ കഴിയുമ്പോൾ എന്തായിരിക്കും റിസൾട്ട്, എന്താ പറയുക എന്നൊക്കെയുള്ള ഒരു ചെറിയ ടെൻഷനുണ്ട് മനസ്സിലങ്ങനെ. 2 കൊല്ലം മുമ്പ് ചെയ്തതുകൊണ്ട് ആ സമയത്ത് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു ടെൻഷൻ തോന്നണില്ല. എങ്കിലും ബയോപ്സി എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ നമുക്കൊരു പേടിയല്ലേ. എന്തായാലും സിജിയും ജോജിയും കൂടെ കൂട്ടിന് നമുക്ക് ഒരുമിച്ച് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ സിജിയും ജോജിയും അവരുടെ വീട് എത്തിയിട്ടാ. അപ്പോൾ സിജിയും ജോജിയും കൂടെ ഞങ്ങളുടെ ഒപ്പം തന്നെ പോന്നിട്ടുണ്ട്. ഞങ്ങളവരുടെ വീടെത്തിയപ്പോൾ വീട്ടിലേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. കാരണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് 11 മണി 11:30 ആകുമ്പോഴേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ വീട്ടിൽ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും തന്നെ 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈമിന് എത്താൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ എവിടെയും ടൈം വേസ്റ്റ് ആക്കാതെ വേഗത്തിൽ തന്നെ പോരേത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ജസ്റ്റ് പഠിക്കി ഇറക്കിയിട്ട് ചേട്ടനും ജോജിയും കൂടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് അവർ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ നമ്പർ കാർഡ് കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ അവർ ടൈം പറഞ്ഞിട്ടുണ്ട് 11:30 വിളിക്കാന്ന്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ചേട്ടനെ വിളിക്കുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ കറക്റ്റ് 11:30 ആയപ്പോൾ ചേട്ടനെ വിളിച്ചു. അപ്പോൾ അങ്ങനെ ചേട്ടൻ്റെ ബയോപ്സിയും കഴിഞ്ഞതാ ചേട്ടൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും സമയം നല്ലപോലെ ലേറ്റ് ആയിരുന്നു. 12:30 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫുഡിൻ്റെ ടൈം ആയി. അപ്പോൾ ഞങ്ങൾ ഓർത്തൊന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകാം. കാരണം ഞങ്ങൾക്ക് പള്ളിയിലേക്കും എടപ്പള്ളി പള്ളിയിലേക്കും കൂടെ പോകേണ്ടതാണ്. അപ്പോൾ ഫുഡ് കഴിക്കാതെ പോയി കഴിഞ്ഞാൽ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ ക്യാൻറ്റീനിൽ നിന്ന് തന്നെ ഫുഡ് ഓർഡർ കൊടുത്ത് അവിടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ച് എന്നിട്ടുണ്ടോ അവിടെ നിന്ന് ഇറങ്ങണേ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമ്മളോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇനി 5 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ എന്ന്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ റിസൾട്ട് റെഡി ആയി കഴിയുമ്പോൾ അവർ നമുക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ വന്ന് റിസൾട്ട് വാങ്ങി ഡോക്ടറെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉള്ളിലുണ്ട്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പം ഇനി ഇവിടുന്ന് നേരെ പോകുന്നത് എടപ്പള്ളി പള്ളിയിലേക്കാണ്. പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞങ്ങളുടെ നേർച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊക്കെ ആയിട്ട് ഞങ്ങൾ എടപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടോ. അപ്പം ഇനി നമുക്ക് ഇത്തിരി വഴി ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് വേണം പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കടക്കാനായിട്ട്. എന്നിട്ട് വേണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മളിതാ പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ദൂരെ നിന്ന് തന്നെ പള്ളി നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാം കേട്ടോ.
അപ്പം ഞങ്ങളങ്ങനെ പള്ളിയുടെ ഫ്രണ്ടിൽ തന്നെ അവിടെ ഇറക്കിയിട്ട് ചേട്ടനും ജോജിയും കൂടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോയേക്കായിരുന്നു. അപ്പം ഇന്ന് ഭയങ്കര ഭയങ്കര വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ആ രീതിയിലത്തെ ചൂടും വെയിലും കേട്ടോ. ഞങ്ങളടുത്ത് മഴയൊക്കെ കിട്ടിയിരിക്കുന്നു, പക്ഷെ മഴയൊന്നും അല്ലായിരുന്നു, ഭയങ്കര സൂപ്പർ വെയിലായിരുന്നു. അപ്പോൾ വെയിലത്ത് ഞങ്ങളിതാ അങ്ങനെ പള്ളിക്കകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി അങ്ങനെ മുകളിലേക്ക് എത്തിയിട്ടോ. അപ്പം ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ പുതിയ പള്ളിയിലേക്കാണ്. പഴയ പള്ളിയുണ്ട്, പുതിയ പള്ളിയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ പുതിയ പള്ളിയിലേക്കാട്ടോ പോകുന്നത്. അപ്പോൾ പള്ളിയകത്തൊക്കെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചു കുറച്ച് സമയം ഇരുന്ന്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് ചേട്ടൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നു. പിന്നെ കപ്പിൾസായിട്ടും പിന്നെ ഞങ്ങളിങ്ങനെ ഫാമിലി ആയിട്ടും അങ്ങനെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് ഇനി മെഴുകുതിരിയൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇവിടെ ഒരു ബുക്ക് സ്റ്റോൾ ഉണ്ട്. അപ്പോൾ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് നമുക്ക് ബുക്സ് കാര്യങ്ങൾ കൊന്ത അല്ലെങ്കിൽ മെഴുകുതിരി അങ്ങനെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പോകാട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ആ ബുക്ക് സ്റ്റോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ബുക്ക് സ്റ്റോളിലേക്ക് എത്തി. അപ്പോൾ ഞാൻ വായിക്കാനായിട്ട് 2-3 ബുക്സ് എടുക്കുന്നുണ്ട്. എനിക്കിഷ്ടം അങ്ങനെ നമ്മൾ ഇവിടെ വരുമ്പോൾ എപ്പോൾ വരുമ്പോഴും ഞാൻ ബുക്സ് എടുക്കാറുണ്ട് കേട്ടോ. വിശുദ്ധരുടെ ജീവചരിത്രം കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ബുക്കുകളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം വായിക്കാൻ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞാൻ 2-3 വാങ്ങിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു വർഷത്തെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴേക്കും ആ ബുക്സുകൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ 2-3 ബുക്സൊക്കെ ഞാൻ എടുത്തു. പിന്നെ അനിയത്തി അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെ ഒക്കെ അനിയത്തി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കൊന്ത അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ച് ഇതാ അവിടെ നിന്ന് പോന്നു. അങ്ങനെ ഇനി ഇതാ മെഴുകുതിരി കത്തിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ മെഴുകുതിരി കത്തിക്കാനുള്ള സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ ഇതാ മെഴുകുതിരി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ താഴെയുള്ള പഴയ പള്ളിയിൽ പോയി. പഴയ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ. അപ്പോൾ ആദ്യം പോയിട്ട് നമ്മൾ പുതിയ പള്ളിയിലേക്കായിരുന്നു. അപ്പോൾ അങ്ങനെ മെഴുകുതിരി കത്തിക്കലൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താഴത്തെ പള്ളി, അതായത് പഴയ പള്ളി. അപ്പോൾ അങ്ങനെ പഴയ പള്ളിയിൽ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതിന് ശേഷം എന്താ ഇവിടെ തൊട്ടടുത്ത് തന്നെ കിണറുണ്ട്. അപ്പോൾ അത്ഭുത കിണർ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വെള്ളമൊക്കെ കോരി നമുക്ക് കുടിക്കുകയും അതുപോലെ കൈ മുഖമൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്യുക. പിന്നെ അതൊക്കെ ഒരു നേർച്ച പോലെ നമ്മൾ ആ വെള്ളത്തിന് നല്ല എന്താ പറയുക ഒരു അത്ഭുത വെള്ളമായിട്ട് തന്നെ നമ്മൾ കരുതി അതിനെ കുടിക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു നേർച്ച പോലെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും സമാധാനമൊക്കെയാണ്. അതുപോലെ നമുക്ക് ജന്തുക്കളിൽ നിന്നൊക്കെയുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഈ ഒരു പള്ളിയിൽ നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതും ഇവിടുത്തെ നേർച്ചകൾ കാര്യങ്ങളൊക്കെ നേരുന്നതൊക്കെ. അപ്പോൾ പാമ്പിൻ്റെ ശല്യങ്ങൾ മറ്റു ജന്തുക്കളിൽ നിന്നുള്ള ശല്യങ്ങളിൽ നിന്നൊക്കെ നമുക്കൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മിക്കവാറും പേര് നേർച്ചയൊക്കെ നേരുന്നത്. അപ്പോൾ അങ്ങനെ പള്ളിയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ ഇനി ഇറങ്ങാണ്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് ജോജിയുടെ വീട്ടിലേക്ക് കേട്ടോ. കാരണം ജോജിനെയും സിജിനെയും അവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം. അപ്പം അതിനായിട്ട് ഞങ്ങളിത് അങ്ങനെ വീട്ടിലേക്ക് പോകണം. അപ്പം അങ്ങനെ അവരുടെ വീടെത്തിയിട്ടോ. അപ്പോൾ വീട്ടിൽ അവിടെ അപ്പച്ചനും അമ്മച്ചിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ചെന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും റോണും റിസയൊക്കെ എത്തിയിട്ടോ. അപ്പോഴേക്കും അവർ ചായയൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ചായയൊക്കെ കുടിച്ച് വീണ്ടും കുറേ നേരം ഞങ്ങളവിടെ ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളിതാ ഇനി ഇറങ്ങണം, വീട്ടിലേക്ക് പോകണം, ഞങ്ങൾക്കും തിരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ ഇതാ അവരോടൊക്കെ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. തിരിച്ചു പോരുന്ന വഴിക്ക് മീൻ വാങ്ങിക്കാനായിട്ട് ഇതാ ചേട്ടൻ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ മീൻകറി വെക്കാം, മാങ്ങയിട്ടുള്ള മീൻകറി. അപ്പോൾ അതിനായിട്ട് ഇതാ ചേട്ടൻ പോയിട്ടുണ്ട്. എന്നിട്ട് മീനാണോ അവിടെ ഉള്ളത്, ഏതൊക്കെയോ കുറച്ച് സൈസുകളവിടെ കാണാം. ചേട്ടനപ്പോഴേക്കും മീനൊക്കെ വാങ്ങിച്ചു വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കേരമീൻ വാങ്ങിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ച ചെമ്മീനും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ചെയ്ത് സെറ്റപ്പ് ആക്കണേനെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജുവിനപ്പോഴേക്കും ഭയങ്കര പല്ലുവേദനയായിരുന്നു ഞങ്ങൾ പോരുന്ന വഴിക്കൊക്കെ. പല്ല് പറഞ്ഞു പോന്നു അഞ്ജു, പറഞ്ഞു പോന്നു. അഞ്ജുവിൻ്റെ അടപ്പല്ല് ഇതാ പറഞ്ഞു പോന്നു. വിസ്ഡം ടൂത്ത്. എൻ്റെ ദൈവമേ, അതിൻ്റെ വേദന സഹിക്കായിരുന്നു അഞ്ജു. വയൽ ടിഷ്യൂ ഒക്കെ വെച്ച് പാവം അഞ്ജു മോള്. അയ്യോ, ഞങ്ങളിപ്പോൾ മീനൊക്കെ വാങ്ങിച്ച് എത്തിയുള്ളൂ. എത്തിയപ്പോഴേക്കും സ്വയം പല്ല് ഇളക്കി 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 ഇതാ മടുത്തു. ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അഞ്ജുന്. കോട്ടൺ വെച്ചേക്കാ, ബ്ലഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. കോട്ടൺ അല്ല, ടിഷ്യൂ പേപ്പർ കടിച്ചു പിടിച്ചേക്കാ. അഞ്ജുന് വേദന കൊണ്ട് പൊളയുന്നു.
എനിക്ക് കണ്ടിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. എൻ്റെ ദൈവമേ, പാവം എൻ്റെ അഞ്ചു. നിങ്ങൾ കാണുന്നുണ്ടോ? നമ്മുടെ ഫ്രണ്ട്സ് കാണുന്നുണ്ടോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുക കേട്ടോ. വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.